നമസ്കാരം. കോർപ്പറേറ്റ് മേഖലയിലെ ശമ്പളത്തെക്കുറിച്ച് പലപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. വളരെ ചെറിയ പ്രായത്തിലുള്ള വിദഗ്ധന്മാർക്ക് പോലും നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശമ്പളമാണ് ചില സ്ഥാപനങ്ങൾ നൽകുന്നത്. അത് അവരുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ മറ്റ് സ്ഥാപനങ്ങളെ റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നതും സാധാരണ സംഭവമാണ്. പലപ്പോഴും IT മേഖലയിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലെയും ഉയർന്ന പദവിയിലുള്ളവർ അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി പ്രതിഫലം വാങ്ങിക്കൊണ്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൂടുമാറുന്നതൊക്കെ ഇന്നൊരു സാധാരണ കാഴ്ചയാണ്. മാധ്യമരംഗത്തൊക്കെ തന്നെ ഇത് വളരെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ മാറിയിരിക്കുകയുമാണ്. ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ശമ്പള പാക്കേജ് നമ്മൾ അറിയുന്നത്. മറ്റാരുമല്ല, അത് IT മേഖലയിലെ ഏറ്റവും വലിയ ഭീമന്മാരായ മെറ്റയാണ് തങ്ങളുടെ ഒരു പുതിയ ജീവനക്കാരന് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ശമ്പള വാഗ്ദാനം നൽകുന്നത്. അതും തങ്ങളുടെ എതിരാളികളായ ആപ്പിളിൽ ജോലി ചെയ്തിരുന്ന, അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ഒരാളിനാണ് അവർ ഇത്രയും വലിയ ശമ്പളം വാഗ്ദാനം നൽകി സ്വന്തം സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. റൂമിങ് പാങ് എന്ന ഒരു ചൈനക്കാരനായ എഞ്ചിനീയർക്കാണ് $200 മില്യൺ ശമ്പളം വാഗ്ദാനം ചെയ്ത് മെറ്റ ഇപ്പോൾ അവരുടെ സ്ഥാപനത്തിൻ്റെ ഇനിയുള്ള ഈ AI സംവിധാനങ്ങളുടെ മുഖ്യ ചുമതലക്കാരനായി നിയമിക്കുന്നത്. അമേരിക്കയിൽ തന്നെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലാബിൻ്റെ മുഖ്യ ചുമതലക്കാരൻ ഇനി മുതൽ പാങ് ആയിരിക്കും. നേരത്തെ ആപ്പിളിൽ മാത്രമല്ല, അദ്ദേഹം ഗൂഗിളിലും 15 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ഉന്നത ബിരുദം മാത്രമല്ല PhD എടുത്തിട്ടുള്ള ആൾ കൂടിയാണ് പാങ്. താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ AI രംഗത്തെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ തങ്ങളുടെ എതിരാളികളായ ആപ്പിളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ തന്നെ ഇപ്പോൾ സ്വന്തമാക്കാൻ മെറ്റ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളുടെ ഉടമയാണ് സക്കർബർഗ്. അതുകൊണ്ട് തന്നെ തൻ്റെ മേഖലയിൽ എന്നും ആധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതിനായി എത്ര പണം ചെലവഴിക്കാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു സംഭവം. $200 മില്യൺ ശമ്പളം കൂടാതെ മറ്റു ചില വാഗ്ദാനങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും പുറത്തു വിട്ടിട്ടില്ല. അതൊരു കമ്പനി രഹസ്യമായിരിക്കാം. പക്ഷേ അതിന് ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. കോൺട്രാക്ട് കാലാവധി തീരുന്നതിന് മുമ്പ് ജോലി വിട്ടുപോവുകയോ അതല്ലെങ്കിൽ പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് വളരെ നേരത്തെ തന്നെ പാങ്ങിനോട് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ AI മേഖലയിൽ നടക്കുന്ന വലിയ പരീക്ഷണങ്ങളാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി എഞ്ചിനീയർമാരെ സ്വന്തമാക്കാൻ IT ഭീമന്മാരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കടുത്ത മത്സരമാണ് അവിടെ നടക്കുന്നത്. ChatGPT ഒരു വശത്തുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും തങ്ങൾ മുന്നിൽ എന്ന രീതിയിലേക്ക് ഈ നിർമ്മിത ബുദ്ധിയെ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം എന്ന മത്സരം നടക്കുമ്പോൾ അവിടെ വിദഗ്ധന്മാരുടെ ആവശ്യം നിരവധിയാണ്. മാത്രമല്ല, ഇപ്പോൾ മെറ്റയിൽ ജോലി ചെയ്യുന്ന ഉന്നത നിലയിലുള്ള പലരും നേരത്തെ ChatGPTയെ ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വാഗ്ദാനം നൽകി ആളുകളെ ഇപ്പോൾ സ്വന്തം സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനുള്ള തത്രപ്പാടിലാണ് സക്കർബർഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന വലിയൊരു സംഘം എഞ്ചിനീയർമാരെ വിദഗ്ധന്മാരെയൊക്കെ വെച്ചുകൊണ്ട് ഈ മേഖലയിലെ ഒരു രാജാവായി തന്നെ മാറണം. ഇപ്പോഴും അദ്ദേഹം രാജാവാണെങ്കിൽ പോലും ഈ മേഖലയിൽ ഇനി ആരും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു പദവിയിലേക്ക് മെറ്റയെ ഉയർത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സക്കർബർഗ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇത്രയും വലിയൊരു ശമ്പളം നൽകി. അത് നമുക്ക് കണ്ണഞ്ചിക്കുന്ന ശമ്പളമാണ്. നമുക്ക് സങ്കല്പിക്കാനും പോലും കഴിയാത്ത, പക്ഷേ നമുക്ക് ഇന്ത്യയിലൊക്കെ തന്നെ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അത്രയും വലിയ ശമ്പളം നൽകി ചെറുപ്പക്കാരനായ ഈ ഒരു ചൈനക്കാരനായ എഞ്ചിനീയറെ തൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നത്. പാങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ തോതിലുള്ള അക്കാഡമിക് പാരമ്പര്യമുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മെറ്റ തങ്ങൾ ആധിപത്യം സ്ഥാപിക്കും എന്ന ഉറച്ച നിലപാടോട് തന്നെയാണ് ഈ പുതിയ ചൈനക്കാരനായ എഞ്ചിനീയറുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്.